ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചൂട് കാരണം തലയിൽ വിയർപ്പ് തങ്ങി നിന്നിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും കൂടി സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങൾ മതി. അതായത് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും. ഉരുളക്കിഴങ്ങ് ചെറിയ ഒരെണ്ണത്തിൻ്റെ പകുതി മതി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ജ്യൂസിൽ ധാരാളം ജീവകങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇത് ഓക്സിജൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. കൊളാജൻ്റെ കേടുപാടുകൾ പരിഹരിക്കും. ഇത് നമ്മുടെ മുടി വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ തലയോട്ടി വരണ്ടതായി കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് താരം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മുടി പൊട്ടിപ്പോകും, വരണ്ടു പോകും, അങ്ങനെയുള്ള നൂറ് പ്രശ്നങ്ങളുണ്ട്. മുടിയുടെ കട്ടി കൊഴിഞ്ഞ് ഒക്കെ ആവാറുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ജ്യൂസ് നമ്മൾ ഇതേപോലെ താരൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും നല്ലതാണ്. പക്ഷെ അവരുപയോഗിക്കുമ്പോൾ ഒരല്പം നാരങ്ങാനീര് കൂടി ചേർത്തിട്ട് പുരട്ടുകയാണെങ്കിൽ സ്കാൽപ്പിലെ വരൾച്ച തടയും. അതേപോലെ തന്നെ തലമുടി നല്ല ആരോഗ്യത്തിൽ വളരുകയും ചെയ്യും. നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ജ്യൂസ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഒരു 4 വേണം. ചെറിയ ഉള്ളി എന്ന് പറയുന്നത് മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ മുടി കിളുത്ത് വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിന് നല്ലത് നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉള്ളി. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അത് മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ പുറത്തുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് നമ്മൾ അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി. ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർക്കാം, തലേദിവസത്തെ കഞ്ഞിവെള്ളം. അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഈ ജ്യൂസാണ് നമുക്ക് തലയിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കുക, അതായത് സ്കാൽപ്പിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഇത് നമുക്ക് ഒരു കോട്ടണിൽ മുക്കിയതിന് ശേഷം സ്കാൽപ്പിലൊക്കെ പുരട്ടി കൊടുക്കാം. ആ ഒരു രീതി ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കൈവിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലൊരു വ്യത്യാസം നമ്മുടെ മുടിക്കുണ്ടാകും. റെഗുലറായിട്ട് തന്നെ ഇത് ചെയ്യുക. ഒരു 5 ടൈംസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ മുടിയുടെ കൊഴിച്ചിൽ, അതേപോലെ തന്നെ കട്ടികുറവ്, ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ദന്തംപാല ഓയിൽ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ, താരൻ, ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ, ഇതിനെല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ദന്തംപാല ഓയിലും. വാങ്ങണമെന്നുള്ളവർക്ക് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.